ഒരുപാട് തവണ ഞങ്ങൾ ബേപ്പൂർ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ബേപ്പൂർ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ബോട്ടിംഗ് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഒരു അത്യാവശ്യം വലിയൊരു ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബോട്ട്. ഈ ബോട്ടിൽ താഴെയും ആൾക്കാർക്കിരിക്കാം, മുകളിലും ആൾക്കാർക്കിരിക്കാം. 100 രൂപയാണ് ചാർജ്. കുറച്ച് അധിക സമയം ഞങ്ങളെല്ലാവരും അക്ഷമയോടെ അവിടെ കാത്തു നിന്നു. അതിനുശേഷമാണ് ബോട്ട് വന്നത്. ബോട്ട് വന്നതിന് ശേഷം നമ്മളെല്ലാവരും അതിനകത്ത് കയറി. ഒരു അതിമനോഹരമായ ഒരു അരമണിക്കൂർ യാത്രയായിരുന്നു. ബോട്ടിൽ കയറിയവരെല്ലാം തന്നെ മുകളിലാണ് കയറിയിരുന്നത്. ശരിക്കും പുഴയും കടലും ഒരുമിച്ച് കഥ പറയുന്ന ഒരു സുന്ദര നിമിഷത്തിൽ കുഞ്ഞു തിരമാലകൾക്കിടയിലൂടെയുള്ള ഒരു മനോഹരമായ യാത്ര. അത് അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു യാത്രയെക്കുറിച്ച്. കാര്യം വളരെ രസമായിരുന്നു. കാര്യം ഒരുപാട് നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ ഇരുന്നാൽ കാണാൻ കഴിയും. ചാലിയാർ പുഴയും കടലും ഒക്കെ ഒന്നിക്കുന്ന ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എന്താ പറയുക, ഒരുപാട് ഒരു ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത് കാണാം. അതേപോലെ ചരക്ക് കപ്പലുകൾ കാണാം. അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചയായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് അത്യാവശ്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പിന്നെന്താ സമയം തീർന്നു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സമയം അവർ ആ ബോട്ടുകളുടെ അടുത്തൊക്കെ കൊണ്ടുപോയി നിർത്തും. പിന്നെ അതേപോലെ ചാലിയാർ പുഴയുടെ തീരത്തുള്ള തെങ്ങുകളും ഒക്കെ നമ്മൾ കാണാം. അതിൻ്റെ ഇടയിലൂടെ അവിടെ ഒരുപാട് വെറൈറ്റി പക്ഷികളെ നമുക്ക് കാണാം. ഇത് ഞങ്ങൾ ബോട്ടിലിരുന്നപ്പോൾ കണ്ടതാണ്. മത്തിയാണ് ഫുള്ള്. ആ ബോട്ട് നിറയെ മത്തി പിടിച്ചിട്ട് പോകുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴയാണെങ്കിൽ ഇനി നിങ്ങൾ കാണുന്ന കടലാണ്. അതാണ് അവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര അതിഗംഭീരമാക്കിയിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ബേപ്പൂർ പോകുന്നവരാരും മിസ് ചെയ്യാതെ ഈ ഒരു ബോട്ടിംഗ് ആസ്വദിക്കണം. നിങ്ങളെല്ലാവരും കയറണം. നല്ല മനോഹരമായ കാഴ്ചയാണ്. കുറച്ചും കൂടെ ഞങ്ങളൊരു 4 മണി 4:30 സമയത്ത്, ഒരു 5:30 6 മണി സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസ്തമയം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. 6 മണി വരെ മറ്റാണ് ഈ ബോട്ടിംഗ് ഉള്ളത്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴാണ് ഒരുപാട് പക്ഷികളെ കണ്ടു ഞങ്ങൾ, നിരവധി പക്ഷികൾ. സോ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.